ഹലോ ഹായ് എല്ലാവർക്കും ലേൺ ആൻഡ് ട്രെയിനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇലക്ഷൻ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നെക്സ്റ്റ് മന്ത് നമ്മുടെ ഇലക്ഷനാണ്. അപ്പോൾ അതിൻ്റേതായ ചൂട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ മീഡിയയിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് ഇനി നമ്മുടെ ട്രേഡിങ് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഇലക്ഷനിൽ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി നമുക്ക് ട്രേഡിങ്ങിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യുന്നത്. അതിന് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ലാസ്റ്റ് നമുക്ക് ലോക്സഭ ഇലക്ഷനൊക്കെ നടന്ന നമുക്ക് 2014 2019 എന്തെങ്കിലും ആ ഒരു പോസിബിലിറ്റി ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ നിഫ്റ്റിയും ഒരു വിക്സും ഒക്കെ പെർഫോം ചെയ്തത് എന്നുള്ള കാര്യം നോക്കാം. അതിലാണ് നമുക്ക് വിക്സ് കൂടിയാൽ നമുക്കറിയാലോ ഗാമ എഫക്റ്റ് ഉണ്ടാവും, വോളറ്റാലിറ്റി ഇൻക്രീസ് ആവാൻ ചാൻസ് ഉണ്ട്, പ്രീമിയം റൈസ് ആവും, എവേ സ്ട്രൈക്കൊക്കെ നല്ല പ്രീമിയം ആവും. മീൻസ് ഒരു 5 to 6 years ഒക്കെ ബാക്കുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. ഈ വിക്സ് കൂടി കഴിഞ്ഞാൽ എവേ സ്ട്രൈക്കിൽ ഏത് സ്ട്രൈക്ക് പോയി സെൽ ചെയ്താലും നല്ല പ്രീമിയം ആയിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് എങ്ങനെയാണ് ആ ഒരു പ്രീമിയത്തിൻ്റെ ഒരു ഹൈപ്പ് നമുക്ക് വാങ്ങാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്കത് മേടിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിന് ഒരു പോസിബിലിറ്റി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ഈ ചാനൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലാസ്റ്റ് ഇയർ, അതായത് 2014 തൊട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഡേറ്റും പിന്നെ ആ ഡേറ്റിൽ നടന്ന കാര്യങ്ങളൊന്ന് നോക്കാം. ഇത് April 7th to 12th May ആയിരുന്നു 2014 നമുക്ക് ഇലക്ഷൻ ഡേറ്റ് ഉണ്ടായിരുന്നു. ലോക്സഭ ഇലക്ഷനാണ് പറയുന്നത്. അപ്പോൾ 2014 7 to 12th May വിക്സ് എന്തായി? വിക്സ് 2014 തന്നെ ആ മാർച്ച് ഏപ്രിൽ ആയപ്പോഴത്തേക്കും വിക്സും റൈസായി. ഓൾമോസ്റ്റ് എത്ര പെർസെൻറ്റേജാണ് വിക്സ് റൈസായ? വൺസ് ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു വിക്സ്, ആൻഡ് ഒരു ഡൗൺ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഡൗണിൽ നിന്ന് തന്നെ പിടിക്കാം. ഡൗണിൽ നിന്ന് പിടിച്ചു ഏകദേശം ഒരു 113 അല്ലേ 116% വിക്സ് റൈസ് ആയത്. അപ്പോൾ വിക്സ് റൈസ് ആകുമ്പോൾ എന്താക്കും? അതിനനുസരിച്ചുള്ള പ്രീമിയം, ഔട്ട്സൈഡ് പ്രീമിയവും നിഫ്റ്റിക്ക് റൈസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നിഫ്റ്റിക്ക് ആ മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടോ? നിഫ്റ്റി മൂവ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. നിഫ്റ്റി ആ ഒരു സമയത്ത് ഏപ്രിലിൽ കംപ്ലീറ്റ്ലി കൺസോൾട്ടേഷൻ ആയിരുന്നു. വൺസ് ഏപ്രിൽ മെയ്യിലായിരുന്നു നിഫ്റ്റിയുടെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് 2014 കാണാൻ കഴിയുക. അപ്പോൾ നമുക്ക് എന്തായാലും മനസ്സിലാക്കാം, നമുക്ക് അന്നത്തെ നമ്മൾ ഏതെങ്കിലും ഒരു കോളോ പുട്ടോ ഓപ്ഷൻ നമ്മൾ മേടിച്ചിട്ടാൽ വിക്സ് റൈസ് ആവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ പ്രീമിയം റൈസ് ആവും. ഇനി നിഫ്റ്റി മൂവ് ആയതില്ലെങ്കിൽ തന്നെ നമുക്ക് പ്രീമിയം റൈസ് ആവും. അത് മാർക്കറ്റിലുള്ളവർക്ക് അത് മനസ്സിലാവും. അപ്പോൾ അതാണ് 2019 ഉണ്ടായത്. നല്ല രീതിയിലുള്ള വിക്സ് റൈസ് ആയിട്ടുണ്ട്. അതിനനുസരിച്ച് നിഫ്റ്റി പക്ഷേ മൂവ് ചെയ്തത് മീൻസ് മെയ് തൊട്ടാണ്. മെയ്യിൽ വിക്സ് ഡൗൺ ആയി. വിക്സ് ഡൗൺ ആകുമ്പോഴും നമുക്ക് സ്ട്രാറ്റജി ഉപയോഗിക്കാം. നമുക്ക് നല്ലൊരു ബട്ടർഫ്ലൈ അല്ല, ബുൾ കോൺട്രോ ഇതൊക്കെ ഉപയോഗിച്ച് ലിമിറ്റഡ് ലോസിൽ തന്നെ അവിടെയും നമുക്ക് സെറ്റ് ചെയ്താൽ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയാൽ അവിടെയും നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ചാൻസ് അധികമുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് 2014 ഉണ്ടായേക്കുന്നത്. ദെൻ 2019 11th April to 19th May വരെയാണ് ഇലക്ഷൻ നടന്നത്. സെയിം തന്നെ വിക്സ് ഇത് 2019 ഏപ്രിലിൽ തൊട്ടിട്ട് ആൻഡ് ആ ഇലക്ഷൻ കഴിയണ ഡേറ്റ് ഏകദേശം മെയ്യിൽ അടുത്ത് വരെയാണ് ഉണ്ടായത്. അപ്പോഴും വൺസ് നിഫ്റ്റി വിക്സ് ബ്രേക്ക് ഔട്ടായി ഓൾമോസ്റ്റ് ഒരു 100% അടുത്ത് ഇവിടെ വിക്സ് മൂവ് ആയിട്ടുണ്ട്. അപ്പോൾ 50% ഷുവറായിട്ടും മൂവിങ് വരുന്നുണ്ട് വിക്സിന്. ആൻഡ് വൺസ് ഇത് നിഫ്റ്റി മീൻസ് വിക്സ് ഒന്ന് ബ്രേക്ക് ഔട്ട്, പിന്നെ കംപ്ലീറ്റ്ലി വിക്സ് നല്ല രീതിയിലാണ് മൂവ് ചെയ്തിരുന്നത്. ഇനി 2019 തന്നെ നമുക്ക് എന്താക്കാം? ഇത് 2019 നിഫ്റ്റിയുടെ വീക്ക്ലി ടൈം ഫ്രെയിമാണ്. 2019 വൺസ് ഏപ്രിലായിരുന്നു. ഏപ്രിലിൽ നിഫ്റ്റി കൺസോൾട്ടേറ്റ് ആയിരുന്നു, ബട്ട് മൂവ്മെൻറ്റ് ഉണ്ടായി. 2%ഉം 3%ൻ്റെ ഒക്കെ അടുത്ത് മൂവ്മെൻറ്റ് നിഫ്റ്റിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, വിക്സ് കൂടിയുമ്പോൾ നിഫ്റ്റി ഇൻഡിസിഷൻ ക്യാൻഡിലും ഓരോ മീൻസ് വോളറ്റൈലിറ്റി നിഫ്റ്റിക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ബട്ട് അവിടെ വിക്സിൻ്റെയാണ് ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതാണ് 2014 and 2019 നമുക്ക് ഉണ്ടായിരിക്കുന്നത്. നിഫ്റ്റി കൺസോൾട്ടേറ്റ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കൺസോൾട്ടേറ്റ് ആണെങ്കിലും നമ്മളൊരു ഹൈ എടുത്തിട്ട് നമ്മളൊരു ലോ എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 3%ൻ്റെ അടുത്തൊക്കെ മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നല്ലൊരു സ്ട്രൈക്കിൽ കയറി നല്ലൊരു മൂവ്മെൻറ്റും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക്
നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയിൽ നിഫ്റ്റി മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കമ്മിങ് ഇലക്ഷൻ്റെ ഒന്ന് നോക്കാം. വരുന്ന ഇലക്ഷൻ എത്ര 19th ഏപ്രിലാണ് ഇനി ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇപ്പോൾ വിക്സ് എങ്ങനെയാണ്? വിക്സ് ഇപ്പോൾ നല്ല രീതിയിലുള്ള കൺസോൾട്ടേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി ആണെങ്കിൽ ഒരു ഹയർ ടൈം, ഇത് വീക്ക്ലി ടൈം ഫ്രെയിമിലാണെങ്കിൽ ഒരു ഹൈ ലോ എടുത്തിട്ട് തന്നെ നിഫ്റ്റിയും നല്ല രീതിയിൽ മൂവ്മെൻറ്റ് നടത്തുന്നുണ്ട്. ഇനി നിഫ്റ്റിയും ഇതിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് ഇനി നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ഒരു 2% ഒക്കെ അടുത്ത് നമ്മൾ ഒരു ബൈ ചെയ്താൽ ഉള്ള ഒരു വിക്സ് റൈസ് ആയാലുള്ള ഗുണം നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ സെൻസിബിൾ എടുത്തിട്ട് ഇപ്പോൾ കറണ്ട് ലെവലിൽ നിന്ന് നമ്മൾ എന്താക്കുക, നമുക്കൊരു 2% പ്ലസ് നോക്കാം. എങ്ങനെ വന്നാലും വിക്സ് റൈസ് ആകുമ്പോൾ 2% അല്ല, ഇനിയിപ്പോൾ 3% എടുത്താലും പ്രശ്നമില്ല. നമുക്ക് താഴേക്ക് ഒരു 2% നോക്കാം. നമുക്ക് ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്ത് ഏകദേശം 22,300 അടുത്താണ്. അപ്പോൾ 22,300 നിന്ന് ഒരു 2% താഴേക്ക് നോക്കാം. 2% 21,800 ലെവലിൽ എങ്ങനെയുണ്ട്? നിഫ്റ്റി 21,800 നിഫ്റ്റി എന്തോരുണ്ടെന്ന് നോക്കാം. ഇത് ഇപ്പോൾ നോക്കുന്നത് വരുന്ന 4th ഏപ്രിൽ എക്സ്പയറിയുടെയാണ് നോക്കുന്നത്. അതിൽ നമുക്ക് എന്താക്കാം, നമുക്ക് 14 rupees അവിടെ ഉണ്ട്. നിങ്ങളൊരു 14 rupeesൻ്റെ ഡൗൺ സൈഡ് നോക്കുമ്പോൾ സെയിം ആയിട്ട് തന്നെ ഒരു 14 rupees മേളിലും നോക്കുക. ആൻഡ് അതിൽ ചെറിയ വ്യത്യാസം വന്നാലും പ്രശ്നമില്ല. ഒരു 14 to 17 അത് വന്നാലും പ്രശ്നമില്ല. അപ്പോൾ 22,750 വന്നല്ലേ. അപ്പോൾ ആ ലെവലിൽ നിന്ന് നമുക്ക് 22,750 എന്തോരം പോകും നോക്കാം. അപ്പോൾ 22,300 നിന്ന് ഓൾമോസ്റ്റ് 300 അല്ലേ, 300 നിന്ന് നമുക്ക് 22,750 850 22,750 എന്നൊക്കെ പറയുമ്പോൾ 800 ആയി. നിയർ ടു 2% ആയി. നിയർ ടു 2% ഇവിടെ ഒന്നായി. അപ്പോൾ വിക്സും റൈസായി. ഈ ഒരു 2% ഇപ്പോൾ നമ്മൾ കറണ്ട് മന്താണെന്ന് ഇപ്പോൾ വരുന്ന എക്സ്പയറി ആണ് നോക്കുന്നത്. വിക്സ് ലോ ആണ് ഷുവർ. അപ്പോൾ അതിനനുസരിച്ചുള്ള വേരിയേഷൻ ഇനിയും വരാനുണ്ട്. അപ്പോൾ ആ രണ്ട് ഇതെടുത്തപ്പോൾ തന്നെ നമുക്ക് ഒരു 14 കിട്ടി, ഒരെണ്ണം 17 കിട്ടി. നമ്മുടെ മാക്സ് ലോസ് എത്രയാണ്? മാക്സ് ലോസ് വരുന്നത് 1,573 ആണ്. വൺസ് നിഫ്റ്റി വിത്ത് റൈസ് വിക്സും കൂടി റൈസായി മൂവ് ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 600 ഒക്കെ വന്നാൽ തന്നെ ഈ ചാർട്ടിലായിരിക്കില്ല. വിക്സ് റൈസ് ആയതാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഇത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് പ്രീമിയം ഇൻക്രീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഐവിയുടെ ഇത് കാണാം. ഐവിയുടെ എഫക്റ്റ് ഇനി കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വിക്സും കൂടും. ഇവിടെ കണ്ടോ, ഈ ഗ്രാഫ് കൂടി വരുന്ന കണ്ടോ. ഇവിടെ നമുക്ക് ഓഫ്സെറ്റിൽ നമുക്ക് IV എത്ര % കൂടിയെന്ന് നോക്കാം. IV കൂടിയാൽ എങ്ങനെ വന്നാലും നമ്മൾ കറണ്ട് വീക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നല്ല രീതിയിലുള്ള ഒരു 2,500 ആയാൽ തന്നെ നമുക്ക് അവിടെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇത് IVയുടെ സെറ്റപ്പിലാണ് നമ്മൾ സംസാരിക്കുന്നത്. സ്ട്രൈക്ക് IVസിലാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തത്. അപ്പോൾ IV കൂടുകയാണെങ്കിൽ, വിക്സ് കൂടുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പോയാൽ തന്നെ നമുക്ക് നമ്മുടെ എവേ സ്ട്രൈക്കിലുള്ള നമ്മുടെ 2 ഓപ്ഷൻസിനും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ചാൻസ് അവിടെയുണ്ട്. അപ്പോൾ ലോ വിക്സിലായിരിക്കണം നമ്മൾ എന്താക്കുന്നത്, നമുക്ക് ഓപ്ഷൻസ് വാങ്ങാൻ കഴിയുന്നത്. അപ്പോൾ ലോ വിക്സ് വന്നെയാണെങ്കിൽ നിങ്ങളെന്താക്കുക, നിങ്ങൾക്ക് നല്ല ഇതുപോലെ ലിമിറ്റഡ് ലോസിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലിമിറ്റഡ് ലോസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്താ പറയുക, ഓരോരുത്തർക്കും അവരവരുടെ ലോസ് ഒരു വീക്ക് ചിലർക്ക് 1,000 കൂടാൻ പറ്റില്ല, ചിലർക്കാണെങ്കിൽ ഒരു 1,500 2,000 വരെയൊക്കെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റിയാൽ ഇപ്പോൾ നമുക്ക് ഇനി വരുന്നത് 19th ഏപ്രിലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ 2 ഏപ്രിൽ ഫസ്റ്റത്തെ 2 വീക്കും ചിലപ്പോൾ മൂവ്മെൻറ്റ് ഈ പറഞ്ഞ മാതിരി വിക്സൊക്കെ ഇങ്ങനെ തന്നെ പെർഫോം ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. വിക്സ് എപ്പോഴാണ് നമുക്ക് മേളിലേക്ക് നല്ലൊരു ക്ലോസിങ് കിട്ടുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ. അപ്പോൾ ആ ഒരു ക്ലോസിങ് കിട്ടണമെങ്കിൽ നമുക്ക് ലാസ്റ്റത്തെ നിഫ്റ്റിയുടെ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെയൊക്കെ എക്സ്പയറി വെച്ചിട്ട് ഒരു 2% ഒരു 3% എവേയൊക്കെ ഉള്ള സ്ട്രൈക്ക് ഒരു 10 to 15 അത് ഓരോരുത്തർക്ക് എത്രയാണ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു റിസ്ക്, ആ റിസ്കിൽ നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ
മീൻസ് കുറച്ചും കൂടി നല്ല മീൻസ് എന്താ പറയുക നല്ലൊരു ഓപ്ഷനാണത്. മീൻസ് വേറെ അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഒരിക്കലും നടത്തരുത്. അതിനെ ഡബിൾ ആക്കാനോ ഒന്നും ചെയ്യരുത്. വൺസ് നിങ്ങൾ എത്രയാണോ മേടിച്ചേക്കുന്നത് അതിനെ മേടിക്കുക. ആ ലോസിന്, ആ റിസ്കിന് നിങ്ങൾ അഫോർഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ വൺസ് വിക്സ് ഒന്ന് റൈസ് ആവണമെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്ന ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെയും നമ്മൾ അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ ടെലിഗ്രാം ചാനലിലൂടെയും അത് അറിയിക്കാൻ ശ്രമിക്കും. അപ്പോൾ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യാത്തവർ അതിൽ ഫോളോ ചെയ്യുക. അങ്ങനെ നല്ലൊരു ഓപ്ഷൻ വന്നാൽ മാത്രമാണ് ഏറ്റവും നല്ലത്. അതല്ല വിക്സ് കൂടി തന്നെ പോകണേണ്, നമുക്ക് വേറെ ഒന്നും മേടിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ അതൊരിക്കലും അതിലേക്ക് പോകരുത്. അതും കൂടി ഇതാക്കണേണ്. ബിക്കോസ് ഏത് ലെവലിൽ വേണമെങ്കിലും ഒന്ന് വിക്സ് ഫോളോ ആയാൽ എന്താ പറയുക, നല്ല രീതിയിലുള്ള ലോസും വരാനുണ്ട്. അപ്പോൾ നിങ്ങളൊരു 50-ഓ 100-ഓ ഒക്കെ പോയി 2% ഒക്കെ അപ്പോൾ അങ്ങനത്തെ ലെവൽസിലൊന്നും ഒരിക്കലും അത്രയും പ്രൈസിൽ പോയത് വാങ്ങരുത്. ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഓരോരുത്തർക്ക് അഫോർഡ് ആവുന്ന ഒരു പ്രൈസ് കണ്ടുവെക്കുക. ആൻഡ് അതിൻ്റെ റേഞ്ച് എത്രയുണ്ടെന്ന് നോക്കുക. എന്നിട്ട് ആ സ്ട്രാറ്റജി ഉപയോഗിക്കാൻ നോക്കുക. അങ്ങനെ ഓരോരുത്തരുടെ റിസ്ക് റിവാർഡിൽ വെച്ചിട്ടാണ് ഞാൻ ഈ സ്ട്രാറ്റജി പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ആൻഡ് ഇതിൽ എന്തെങ്കിലും നിങ്ങളുടേതായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.